ഹലോ, വെൽക്കം ബാക്ക് ടു താഷിൻസ് കോർണർ. ഹോപ്പ് യു ഓൾ ആർ സേഫ് ആൻഡ് ഹെൽത്തി. എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. സോ ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സുകാരുടെ ടോൾസ്റ്റോയ് ഫാം എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി സെഷനിൽ കുറച്ച് ഭാഗം ബാക്കിയുണ്ട്. അത് നമുക്ക് ഇന്ന് നോക്കാം. കാരണം ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല ആ ഒരു പോർഷൻ, ബിക്കോസ് ഭയങ്കര ലെങ്ത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പാർട്ടായിട്ട് ഇടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ലിങ്ക് പോയി നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ലിങ്ക് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമ്മൾ എവിടെ വരെയാണ് നിർത്തിയിട്ടുള്ളത് എന്നത് ഫസ്റ്റ് പാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 65 വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. സോ അടുത്ത ആക്ടിവിറ്റി നോക്കാം നമുക്ക്. പേജ് നമ്പർ 65 Consolidate your points and conduct a talk show on the topic Vocational Education for Getting Jobs and Achieving Self-Development. വൊക്കേഷണൽ എഡ്യൂക്കേഷനെ കുറിച്ചായിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ടായിരുന്നത്. സോ ആ ഒരു ആക്ടിവിറ്റിയിലെ പോയിൻറ്റ്സൊക്കെ നോക്കിയിട്ട് ഒരു ടോക്ക് ഷോ സംഘടിപ്പിക്കാനാണ് പറയുന്നത്. ടോപ്പിക്ക് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഫോർ ഗെറ്റിംഗ് ജോബ്സ് ആൻഡ് അച്ചീവിങ് സെൽഫ് ഡെവലപ്മെൻറ്റ് എന്നതാണ് ടോപ്പിക്ക്. ഒരു ടോക്ക് ഷോ എന്ന് വെച്ചാൽ എന്താണ്? ടോക്ക് ഷോയിൽ എന്തൊക്കെയാണ് നടക്കുക? ടോക്ക് ഷോയിൽ ആരൊക്കെയാണ് ഉണ്ടാകുക? അറിയോ നിങ്ങൾക്ക്? ടോക്ക് ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീം അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷേ ആ ഒരു ഡിസ്കഷനിൽ ഒരു ഹോസ്റ്റ് ഉണ്ടാവും, ഓക്കെ, അല്ലെങ്കിൽ ഒരു മോഡറേറ്റർ. അതായത് രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ രണ്ടിലധികം വ്യത്യസ്ത വിഭാഗങ്ങളിൽ ടീമായിട്ടിരിക്കും. സോ അവരെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്റ്റ് അല്ലെങ്കിൽ ഒരു മോഡറേറ്റർ ഉണ്ടായിരിക്കും ഒരു ടോക്ക് ഷോയ്ക്ക്. പിന്നെ ഉണ്ടാവുന്നത് പാനൽ മെമ്പേഴ്സാണ് ഉണ്ടാകുക. ഡിസ്കഷനിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാനൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഉണ്ടാകുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഗസ്റ്റാണ്. അവിടെ അതിഥികളെ വിളിച്ചു വരുത്തും. പിന്നെ ഉണ്ടാവുന്നത് ഇതൊക്കെ കാണുന്ന ഓഡിയൻസ് ആണ് ഉണ്ടാവുന്നത്. ഓഡിയൻസിലേക്കും ചോദ്യങ്ങൾ പോകാം, അല്ലെങ്കിൽ ഓഡിയൻസിലേക്കും അഭിപ്രായങ്ങൾ ആരായാം. സോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം, അപ്പോൾ ഈ ഹോസ്റ്റിൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റ് ആദ്യം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നൽകും ആ ഒരു ഹോസ്റ്റിനെ കുറിച്ചും പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ചും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കും. പിന്നെ ഗസ്റ്റിനെയൊക്കെ വെൽക്കം ചെയ്യും, ഓഡിയൻസിനെ വെൽക്കം ചെയ്യും. ഇതൊക്കെയാണ് ഹോസ്റ്റിൻ്റെ ഡ്യൂട്ടി. പിന്നെ ഹോസ്റ്റ് ചെയ്യുന്നത് എന്താണ്? എന്താണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്നത് ഹോസ്റ്റ് പറയും. എന്നിട്ട് എല്ലാ ഗസ്റ്റിനെയും സംസാരിക്കാൻ വേണ്ടിയിട്ടും ആ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗസ്റ്റിനെ ഹോസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യും? പാനൽ മെമ്പേഴ്സിനോടും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം ഓഡിയൻസിലോട്ട് പോകും. ഓഡിയൻസിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡിയൻസിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് പറയും. സോ അതിഥികൾ, അവിടെ വന്നിട്ടുള്ള ഗസ്റ്റുകളായാലും അല്ലെങ്കിൽ ഈ പാനൽ മെമ്പേഴ്സ് ആയാലും അവരുടേതായ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ പറയും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട്. ഇതാണ് ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ടോക്ക് ഷോയിൽ നടക്കുന്നത്. ലാസ്റ്റ് ഒരു കൺക്ലൂഷനായിരിക്കും. ഈ ഒരു ഷോ കൺക്ലൂഡ് ചെയ്യുന്നതും ഹോസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടോക്ക് ഷോ സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഞ്ഞൊരു സ്ക്രിപ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഹോസ്റ്റ് ആണ് സംസാരിക്കുക, അല്ലേ? സോ ഹോസ്റ്റിന് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. സോ നമുക്കിവിടെ രാഹുൽ എന്ന് കൊടുക്കാം. സോ ആ ഒരു സമയത്ത് ഹോസ്റ്റ് വന്നിട്ട് എല്ലാവർക്കും ഒരു വാം വെൽക്കം നൽകുന്നതാണ്. സോ ഒരു ഇൻട്രൊഡക്ഷൻ സ്പീച്ച് ആയിരിക്കും ആര് പറയുക? ഹോസ്റ്റ് പറയുക. ഇവിടെ രാഹുൽ എന്ന ആൾ പറയുക. അപ്പോൾ നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് എവ്രി വൺ, ഐ ആം രാഹുൽ ആൻഡ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ആൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഓർ എൻ ഇൻട്രസ്റ്റിംഗ് ടോക്ക് ഷോ ബിഫോർ യു. എന്താണ്? യെസ്, ആൻഡ് ഐ വെൽക്കം യു ഓൾ ടു ദ ഷോ. എല്ലാവരെയും ഈ ഒരു ഷോയിലേക്ക് വെൽക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ദ ടോപ്പിക് ഫോർ ദ ഡേ ഈസ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഫോർ ഗെറ്റിംഗ് ജോബ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതും പറയും. സോ അതിനുശേഷം ഗസ്റ്റുകൾ ആരൊക്കെയാണ് എന്നത് പറയും. സോ നമുക്കിവിടെ അവർ മെയിൻ ഗസ്റ്റ് ഓഫ് ദ ഡേ ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരെങ്കിലും പേര് കൊടുക്കാം.
ഇപ്പോൾ ഈ ഒരു ടോക്ക് ഷോ നടക്കുന്നത് നിങ്ങളുടെ സ്കൂളിലാണെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പളുടെ പേര് കൊടുക്കാം. ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് പ്രിൻസിപ്പളിനെ, ഇപ്പോൾ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ടോക്ക് ഷോ ആണെങ്കിൽ ഗസ്റ്റുകളെ നമുക്ക് പ്രിൻസിപ്പളിനെ, ടീച്ചേഴ്സിനെ, HOD അവരെയൊക്കെ നമുക്ക് ഗസ്റ്റുകളായി വിളിക്കാം. സോ ഐ കോർഡിയലി ഇൻവൈറ്റ് യു ടു സ്പീക്ക് ഔട്ട് യുവർ വ്യൂസ് ഓൺ ദി സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൈക്ക്, ആ ഒരു ഹോസ്റ്റിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സ്പീച്ച് വേറൊരു ഗസ്റ്റിലേക്ക് മാറ്റി കൊടുക്കും. അതിനുശേഷം ഇപ്പോൾ മെയിൻ ഗസ്റ്റായിട്ട് പുറത്തുനിന്ന് ഒരാളെയാണ് വിളിച്ചിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ പറയും. സോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വ്യൂസ് പറയും. സോ ഇനി അടുത്തത് അദ്ദേഹം പറയുന്ന വ്യൂസാണ് നമുക്ക് കാണേണ്ടത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഹി വിൽ വെൽക്കം ഓൾ യു, അല്ലെങ്കിൽ ഹി വിൽ ഗ്രീറ്റ് ഓൾ ഓഫ് ദ ഓഡിയൻസ് ഇൻ ദാറ്റ് സെൻറ്റർ. എന്നിട്ട് he'll talk about the vocational education for getting jobs and development എന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. സോ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരു ട്രേഡ് പഠിക്കാനും എന്നിട്ട് ജീവിതമാർഗം നേടാനും ഉള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കും. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് വിൽ ഗിവ് അവർ ചിൽഡ്രൻ ഓപ്പർച്യൂണിറ്റീസ് ടു ലേൺ എ ട്രേഡ് ആസ് വെൽ ആസ് ടു ഏൺ ദ ലിവിങ്. പിന്നെ എന്താണ്? യെസ്, ആൻഡ് ദി വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ വിൽ ഗിവ് ദ സ്റ്റുഡൻസ് ഓർ ദ എംപ്ലോയേഴ്സ് എ ചാൻസ് ടു ഫൈൻഡ് ദെയർ ഓൺ ജോബ് ആസ് their choice, as their wish, and even when they do not get a single job, they can set up their own business and become self-sufficient in life. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ സെൽഫ് സഫിഷ്യൻറ്റിനെ കുറിച്ച്. അതെന്താണ്? ഒരു ജോലിയും ലഭിച്ചിട്ടില്ല എന്നതാണെങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യും. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ആ ഗസ്റ്റ് വന്നിട്ട് പറയും. ഇപ്പോൾ ഗസ്റ്റ് വന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അടുത്ത ഓഡിയൻസിനായാലും ആർക്കായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം അദ്ദേഹത്തോട്. ഓൺലി ആഫ്റ്റർ ഹിസ് സ്പീച്ച്, ആ ഒരു സ്പീച്ചിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒരു ഓഡിയൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കിട്ടും. സോ ആ ഒരു സമയത്ത് മാത്രം ഓഡിയൻസ് ചോദ്യം ചോദിക്കും. സോ he conclude his sentence by saying these all are the main advantages of vocational education and training എന്നൊക്കെ പറഞ്ഞ് താങ്ക്സും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സീറ്റിൽ പോയിരിക്കും. അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ അല്ലെങ്കിൽ വീക്ഷണങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ അടുത്തയാളായിരിക്കില്ല സംസാരിക്കുക. പിന്നെ സംസാരിക്കുന്നത് ഹോസ്റ്റ് ആയിരിക്കും. ഹോസ്റ്റ് എന്ത് ചെയ്യും? അടുത്തയാളെ വെൽക്കം ചെയ്യും. അടുത്ത ഗസ്റ്റിനെ വെൽക്കം ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പറയും. സോ ഞാൻ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ കറക്റ്റ് ബൈ ലൈൻ ആയിട്ട് പറഞ്ഞു തരാത്തത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. എന്ത്? യെസ്, അടുത്ത ഒരാളെ എങ്ങനെയാണ് നമ്മൾ വെൽക്കം ചെയ്യുക? യെസ്, ആദ്യം തന്നെ സംസാരിച്ച ആളോട് ഒരു താങ്ക് യു പറയാം. താങ്ക് യു സർ ഫോർ യുവർ വാല്യുബിൾ ടൈം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നൗ ലെറ്റ്സ് ആസ്ക് മിസ്സസ് അന്ന to express her views on the topic and also to respond to our previous guest words. യെസ്, ആദ്യം തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ആ സ്കൂളിലെ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് എവിടെയാണോ അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പൾ ആണെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് അന്ന എന്ന് പേരിടുന്ന ഒരു HOD നമുക്ക് കൊണ്ടുവരാം. HOD കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രിൻസിപ്പളിൻ്റെ വ്യൂ അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ വേർഡ്സിനോട് എത്രത്തോളം ഈ പറയുന്ന HOD സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുന്നുണ്ട് എന്നത് ഈ ഒരു അടുത്ത ഗസ്റ്റിൻ്റെ വേർഡ്സിൽ നിന്ന് നമുക്ക് ലഭിക്കും. സോ ഹോപ്പ്ഫുള്ളി എന്ത് ചെയ്യുക? ഹോസ്റ്റ് നെക്സ്റ്റ് ആളെ വെൽക്കം ചെയ്തു, HODയെ വെൽക്കം ചെയ്തു. സോ ഇറ്റ്സ് ദ ടേൺ ഫോർ ദി ഗസ്റ്റ് നമ്പർ 2. ഓക്കെ, then she will come and introduce herself or greet the audience and will say her views. അല്ലേ? അടുത്തതായിട്ട് അവരുടേതായ വ്യൂസ് പറയും. എന്താ പറയുക? യെസ്, അവർക്ക് മുന്നേ പറഞ്ഞ ആ ഒരു വ്യൂവിനോട് താല്പര്യമാണ് അല്ലെങ്കിൽ സപ്പോർട്ടാണ് എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് കൊടുക്കുന്നതാണ്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് എന്നതിനെക്കുറിച്ചുള്ള മറ്റ് കുറച്ച് സെൻറ്റൻസസ് അവർ പറയും. ആൻഡ് ഷീ വിൽ ഓൾസോ സേ സം ടെക്നിക്സ് ഫോർ ബിൽഡിംഗ് അപ്പ് ദ
ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വൊക്കേഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്, അതും കൂടി നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, സ്വന്തമായിട്ട് ആരെയും ആശ്രയിക്കാതെ ഇൻഡിപെൻഡൻ്റായി ജീവിക്കുക എന്നതിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നത് എസ്പെഷ്യലി ഫോർ വിമൻ. അടുത്ത നമ്മൾ വിളിക്കുന്ന ഒരു ഗസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു അന്ന എന്ന് പേരിട്ടത് ഒരു വിമൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിമന് സൊസൈറ്റിയിൽ ഈ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലേ. വുമൺ എന്ന് പറയുന്ന ആൾ മാനിനെ സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ മാനിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കും. അതൊക്കെ ഈ വൊക്കേഷണൽ എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷനിൽ എന്ത് ചെയ്യാം, അന്ന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് നമുക്ക് പറയാം. സോ ഇതൊക്കെ ഒരു സാങ്കല്പികം മാത്രമാണ് കേട്ടോ. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാൻ സാധിക്കുമെങ്കിൽ എഴുതുക. ഈ ഒരു 2 ഗസ്റ്റിൻ്റെയും വ്യൂസ് അല്ലെങ്കിൽ അവരുടേതായ കാഴ്ചപ്പാടുകൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ഓഡിയൻസിലോട്ട് പോകാം. ഓഡിയൻസിന് ഈ ഗസ്റ്റിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും അല്ലേ. സോ നമുക്ക് ആദ്യം ആരാണ് സംസാരിച്ചത്? പ്രിൻസിപ്പളാണ് സംസാരിച്ചത്. അപ്പോൾ പ്രിൻസിപ്പളിനോട് കുട്ടികൾക്ക് എന്തൊക്കെയാണ് ഇത്തരം ജോബ്സ്, വൊക്കേഷണൽ ജോബ്സിനോട് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് ചോദിക്കാനുള്ളത് എന്നത് നമുക്ക് എഴുതാവുന്നതാണ് അല്ലേ. പബ്ലിക് സെക്ടറിനെ കുറിച്ചും ഗവൺമെൻറ് സെക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ ചോദിക്കാം അല്ലേ. സോ പിന്നെ അത്തരം കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിൽ വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ അത് എഴുതുക. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോക്ക് ഷോയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഞാനിപ്പോൾ തന്നിട്ടുള്ളത്. സോ യു മസ്റ്റ് ഫിൽ ദോസ് തിങ്സ് ഇൻ വെരി വണ്ടർഫുൾ വേ. നിങ്ങൾക്ക് അത്രയും നന്നായിട്ട് എഴുതാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് ടോൾസ്റ്റേ ഫാം എന്ന ആ ഒരു ചാപ്റ്ററിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അത്ര ഒരു കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരു ചാൻസും കാണുന്നില്ല. സോ നിങ്ങൾ നല്ല ഒരു ടോക്ക് ഷോ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക ഈ ഒരു ഔട്ട്ലൈൻസൊക്കെ വെച്ചിട്ട്. എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ലാസ്റ്റ് ഓഡിയൻസിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുക? യെസ്, പിന്നെയും ഹോസ്റ്റാണ് വരിക അല്ലേ. ആരാണ്? രാഹുൽ വന്നിട്ട് എല്ലാവർക്കും താങ്ക് യു പറയും അല്ലേ. ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ ഹാർട്ടി താങ്ക് യു ടു അവർ ഗസ്റ്റ്, ടു അവർ പാനലിസ്റ്റ് ആൻഡ് ഓൾസോ ടു അവർ പാർട്ടിസിപ്പൻസ് ഹു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് ടോക്ക് ഷോ. താങ്ക് യു എന്ന് പറയും അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. ഇറ്റ് ഈസ് ആക്ടിവിറ്റി നമ്പർ 3. Collect pictures, photographs, newspaper cuttings, cartoons, caricatures and other materials related to the main events in the life of Gandhiji. ഗാന്ധിജിയുടെ ജീവിതവുമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ള കട്ടിങ്സ്, പിക്ചേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, ന്യൂസ് പേപ്പർ കട്ടിങ്സ്, കാർട്ടൂൺസ്, കാരിക്കേച്ചേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് വെക്കാനാണ് പറയുന്നത്. യൂസിങ് ദീസ്, ഇതൊക്കെ വെച്ചിട്ട് പ്രിപ്പയർ ആൻ ആൽബം അബൌട്ട് ഗാന്ധിജിയെക്കുറിച്ച് ഒരു ആൽബം തയ്യാറാക്കുക. യു മേ ഗീവ് സ്യൂട്ടബിൾ ക്യാപ്ഷൻസ് ആൻഡ് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻസ് വെറെവർ യു റിക്വയർഡ്. യെസ്, കുറച്ച് അവിടെ ഇവിടെയൊക്കെ നല്ല ക്യാപ്ഷൻസും ഷോർട്ട് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുക്കാം അല്ലേ. ഗാന്ധിജിയെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് നല്ല ക്യാപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഒരു ആൽബം തയ്യാറാക്കാനാണ് പറയുന്നത്. സോ ആൽബം ഒക്കെ തയ്യാറാക്കിയിട്ട് നല്ല കുട്ടികളായിട്ട് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ദേ വിൽ ബി വെരി മച്ച് ഹാപ്പി. നിങ്ങൾ ഇത്രയും നല്ല കുട്ടികളായിട്ട് ആക്ടിവിറ്റീസൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് കാണുന്ന സമയത്ത് നമ്മുടെ ടീച്ചേഴ്സൊക്കെ നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ. കാരണം സ്കൂളിൽ നിന്ന് ഉള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാക്കുന്ന ആൽബംസൊക്കെ ടീച്ചേഴ്സിനായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ടാകും നമ്മുടെ സ്കൂൾ മാഗസിൻസൊക്കെ. ഇപ്പം എല്ലാം ഓൺലൈൻ മാഗസിൻസൊക്കെ ആയിരിക്കും അല്ലേ. സോ നിങ്ങൾ നിങ്ങളുടേതായ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഹാൻഡ് മാഗസിൻ തയ്യാറാക്കുക ഗാന്ധിജിയെക്കുറിച്ച്. എന്നിട്ട് അത് ടീച്ചർക്ക് അയച്ചു കൊടുത്തൊക്കെ ആ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അടിപൊളി ഫീഡ്ബാക്ക് ആയിരിക്കും ടീച്ചേഴ്സിൻ്റേത്. സോ എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. അടുത്തത് ലാംഗ്വേജ് ആക്ടിവിറ്റിയാണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 67. സോ റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം മെറ്റേണിറ്റി എന്ന ചാപ്റ്റർ എല്ലാവർക്കും അറിയാലോ. നമ്മുടെ മീഖാലിയുടെ മെറ്റേണിറ്റി എന്ന ചാപ്റ്റർ എല്ലാവരും വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം മെറ്റേണിറ്റിയുടെ. സോ ആ ഒരു ചാപ്റ്ററിനെ കുറിച്ചാണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം മെറ്റേണിറ്റി. ദി ചൈൽഡ് വാസ് കണ്ടംൻഡ് ടു ഡൈ ഓഫ് ഹങ്കർ. ദ വിമൻ ഗേവ് വെൻറ്റ്
to various cries of horror. She pressed the baby to her heart. Mikhali's heart trembled with joy. Now try to complete the table. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ആണല്ലേ. എന്താണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്? മലയാളത്തിൽ കർത്താവ് എന്ന് പറയും. എന്താണ് അതിൻ്റെ കറക്റ്റ്? ഗ്രാമാറ്റിക്കലി സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാമാറ്റിക്കലി സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അതാണ് സബ്ജക്റ്റ്. ജോൺ വെൻറ്റ് ഹോം, അതിൽ എന്താണ് സബ്ജക്റ്റ് വരിക? യെസ്, ജോൺ ആണ് സബ്ജക്റ്റ് വരിക. സോ പ്രെഡിക്കേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പ്രെഡിക്കേറ്റ് എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ക്ലോസിൻ്റെയോ ഒരു ഭാഗമായിരിക്കും, ഒരു സെൻറ്റൻസിൻ്റെ ഒരു പാർട്ടായിരിക്കും പ്രെഡിക്കേറ്റ്. ആ ഒരു പ്രെഡിക്കേറ്റിൽ ആ ഒരു ഭാഗത്ത് വേർബ് വരും, ഇൻ വിച്ച് ഇറ്റ് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ സബ്ജക്റ്റ്. സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സെൻറ്റൻസിൻ്റെ ഭാഗം, അതിൽ വേർബും ഉണ്ടാകും. അതിനെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ജോൺ വെൻറ്റ് ഹോം തന്നെ എടുത്താൽ അതിൽ വെൻറ്റ് ഹോം എന്ന് പറയുന്നതാണ് പ്രെഡിക്കേറ്റ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ കുറച്ച് ആക്ടിവിറ്റി തന്നിട്ടുണ്ട് ഇതിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഫസ്റ്റ് സെൻറ്റൻസ്? എന്താണ്? ദി ചൈൽഡ് വാസ് കണ്ടംഡ് ടു ഡൈ ഓഫ് ഹങ്കർ. ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദി ചൈൽഡ് ആണ്, കുട്ടിയാണ് അല്ലേ. അത്രയും അപലപിക്കുന്നത്, കരയുന്നത് കൊണ്ട് വാസ് കണ്ടംഡ് ടു ഡൈ ഓഫ് ഹങ്കർ എന്നതാണ് പ്രെഡിക്കേറ്റ്. അടുത്തത് ദ വിമിൻ എന്നതാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അതിൻ്റെ പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നത് ഗേവ് വെൻ ടു വാരിയസ് ക്രൈസ് ഓഫ് ഹൊറർ. ദെൻ ദ തേർഡ് വൺ ഷീ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. പ്രസ്ഡ് ദ ബേബി ടു ഹെർ ഹാർട്ട് എന്ന് പറയുന്ന സെൻറ്റൻസ് ആണ് പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നത്. അടുത്ത സബ്ജക്റ്റ് മിക്കാലീസ് ഹാർട്ട്, മിക്കാലിയുടെ ഹൃദയം ആണ്. ട്രെംബിൾഡ് വിത്ത് ജോയ്, അതാണ് പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. സോ അടുത്ത ആക്ടിവിറ്റിയും ആ ഒരു സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് എന്നതിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. എ സെൻറ്റൻസ് യൂഷ്വലി ഹാസ് 2 parts, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. നൗ read the passage below and identify the subjects and predicate. Yes, ടെക്സ്റ്റ് ബുക്ക് നമ്പർ, അതായത് പേജ് നമ്പർ 68 ആക്ടിവിറ്റി. The little child was crying for milk. Mikali had no money in his pocket to buy milk. The poor boy approached the women around. All the women in the camp who saw the child gave vent to cries of horror. A kind Chinese woman finally gave it milk. ഇതാണ് സെൻറ്റൻസ്. ഇതിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതണം ഓരോ സെൻറ്റൻസിലും സബ്ജക്റ്റ് ഏതാണ്, പ്രെഡിക്കേറ്റ് ഏതാണ് എന്നത്. അതായത് നൗൺ ഫ്രേസ് ഏതാണ്, വേർബ് ഫ്രേസ് ഏതാണ് എന്നത്. ഇതിൽ ഏതാണ് സബ്ജക്റ്റായിട്ടും ഏതാണ് പ്രെഡിക്കേറ്റ് ആയിട്ടും വരുന്നത്? ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് നോക്കാം. ദി ലിറ്റിൽ ചൈൽഡ് വാസ് ക്രൈയിങ് ഫോർ മിൽക്ക്. ഇവിടെ ദ ലിറ്റിൽ ചൈൽഡ് എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്, അതായത് നൗൺ ഫ്രേസ്. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് വാസ് ക്രൈയിങ് ഫോർ മിൽക്ക്. അടുത്ത സെൻറ്റൻസ് ഏതാണ്? മിക്കാലി ഹാഡ് നോ മണി ഇൻ ഹിസ് പോക്കറ്റ് ടു ബൈ മിൽക്ക്. അവിടെയും നൗൺ ഫ്രേസ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മീക്കാലിയാണ്. മീക്കാലിയുടെ കയ്യിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. പാല് കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പണമൊന്നും ഇല്ലായിരുന്നു മീഖാലിയുടെ കയ്യിൽ. സോ മീഖാലി ഈസ് ദ നൗൺ ഫ്രേസ് ഓർ ദി സബ്ജക്റ്റ് ആൻഡ് ഹാഡ് നോ മണി ഇൻ ഹിസ് പോക്കറ്റ് ടു ബൈ മിൽക്ക് ഈസ് ദ predicate of this sentence. Then to the third sentence, the poor boy approached the women around. പാവം ബാലൻ ചുറ്റുപാടുള്ള എല്ലാ സ്ത്രീകളുടെ അടുത്തും പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, പാല് കൊടുക്കാനോ കുട്ടിക്ക് വിശപ്പകറ്റാൻ എന്തെങ്കിലും കൊടുക്കാനോ. സോ ദ പുവർ ബോയ് ഈസ് ദ സബ്ജക്റ്റ് ആൻഡ് അപ്രോച്ച് ടു ദ വിമൻ അറൗണ്ട് ഈസ് ദ predicate ഓഫ് ദി സെൻറ്റൻസ്.
Then to the fourth sentence, all the women in the camp who saw the child gave went to cries of horror. യെസ്, ഇതൊരു വലിയ സെൻറ്റൻസ് ആണ് അല്ലേ. എന്താണ്? ആ ക്യാമ്പിൽ ഉണ്ടായിരുന്ന എല്ലാ സ്ത്രീകളും, അതായത് കുട്ടിയെ കണ്ട എല്ലാ സ്ത്രീകളും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഹൊറർ ആയിട്ടുള്ള ഒരു കരച്ചിലുകൾ പുറപ്പെടുവിപ്പിച്ചു എന്നാണ് പറയുന്നത്. സോ നൗൺ ഫ്രേസ് ആയിട്ട് വരുന്നത് ഓൾ ദ വിമൻ എന്നാണ്. ഓക്കെ, ഓൾ ദ വിമൻ എന്ന് മാത്രം പോരാ അവിടെ. ഓൾ ദ വിമൻ ഇൻ ദ ക്യാമ്പ് ഹു സോ ദ ചൈൽഡ്. യെസ്, കുട്ടിയെ കണ്ട എല്ലാ സ്ത്രീകളും, അതായത് എല്ലാ സ്ത്രീകളും അല്ല, കുട്ടിയെ കണ്ട ആ ക്യാമ്പിലുള്ള എല്ലാ സ്ത്രീകളും. സോ അതാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ഗേവ് വെൻ ടു ക്രൈസ് ഓഫ് ഹൊറർ എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ആണ്. ഓക്കെ, then to the last sentence, a kind Chinese woman finally gave it milk. A kind Chinese woman എന്നത് സബ്ജക്റ്റും finally gave it milk എന്നത് പ്രെഡിക്കേറ്റും ആണ്. In a typical sentence, a noun phrase or NP is immediately followed by a verb phrase or VP. അതായത് ഒരു സാധാരണ ഒരു സെൻറ്റൻസിലെ ഒരു നൗൺ ഫ്രേസിൻ്റെ കൂടെ എപ്പോഴും അതിൻ്റെ പിന്നാലെ തന്നെ ഒരു വേർബ് ഫ്രേസും ഉണ്ടാകും. എ നൗൺ ഫ്രേസ് ക്യാൻ ബി എ നൗൺ, എ പ്രൊനൗൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഡസ് ദ ഫങ്ഷൻ ഓഫ് എ നൗൺ. ഒരു നൗൺ ഫ്രേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേരോ അങ്ങനെയൊന്നും ആവണമെന്നില്ല. ഒരു നൗൺ ഫ്രേസിൽ എന്തൊക്കെ വരാം? ഒരു നൗൺ വരാം, ഒരു പ്രൊനൗൺ വരാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഡസ് ദ ഫങ്ഷൻ ഓഫ് എ നൗൺ. അപ്പോൾ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, എന്താണ്? ഓൾ ദ വിമൻ ഇൻ ദ ക്യാമ്പ് ഹു സോ ദ ചൈൽഡ് അല്ലേ, അതായത് എല്ലാ സ്ത്രീകളും, ക്യാമ്പിലുണ്ടായിരുന്ന എല്ലാ സ്ത്രീകളും. അപ്പോൾ അത്തരത്തിലുള്ള സെൻറ്റൻസും ആകാം നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഇവിടെ വിമൻ മാത്രമല്ലല്ലോ നൗൺ ഫ്രേസ് ആയിട്ട് വരുന്നത്, ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ആണല്ലോ. സോ ഒരു നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ അതിൽ നൗൺ അല്ലെങ്കിൽ ഒരു പ്രൊനൗൺ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഡസ് ദ ഫങ്ഷൻ ഓഫ് നൗൺ, നൗണിൻ്റെ ഫങ്ഷനൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കാം. A verb phrase consists of a helping verb or a main verb which may or may not be followed by other words. Verb phrase എന്ന് വെച്ചാൽ ഒന്നുകിൽ അതൊരു ഹെൽപ്പിംഗ് വേർബ് ആകാം, അതായത് ഓക്സിലറി വേർബ് ആകാം, അല്ലെങ്കിൽ അതൊരു മെയിൻ വേർബ് ആകാം. മെയിൻ വേർബ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ വിച്ച് മേ ഓർ മേ നോട്ട് ബി ഫോളോഡ് ബൈ അതർ വേർഡ്സ്. യെസ്, അതിൻ്റെ കൂടെ മറ്റ് വേർഡ്സ് വരാം, വരാതിരിക്കാം. ഓക്കെ, അതാണ് വേർബ് ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now let's split the subject and predicate of the first sentence. The child was crying for milk. ഈ ഒരു സെൻറ്റൻസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ആയിട്ട്. സബ്ജക്റ്റ് എന്താണ്? ദി ലിറ്റിൽ ചൈൽഡ്. പ്രെഡിക്കേറ്റ് എന്താണ്? വാസ് ക്രൈയിങ് ഫോർ മിൽക്ക്. ആദ്യം തന്നെ നമുക്ക് നൗൺ ഫ്രേസ് ആയ ദ ലിറ്റിൽ ചൈൽഡ് എന്നതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇങ്ങനെ വരുമ്പോൾ ദ ലിറ്റിൽ എന്ന് പറയുന്നതും ദി ചൈൽഡ് എന്ന് പറയുന്നതും സെപ്പറേറ്റ് ആയി. സോ ഈ സെപ്പറേഷനിൽ പിന്നെയും ഒരു ഡിവിഷൻ വന്നിട്ടുണ്ട്. ദ ലിറ്റിൽ എന്നത് ദ എന്നും ലിറ്റിൽ എന്നുമായി മാറി. ദ എന്നത് ഒരു ഡിറ്റർമിനർ ആണ് ദ. ലിറ്റിൽ എന്ന് പറയുന്നത് ഒരു വിശേഷണമാണ്, ഒരു അഡ്ജക്റ്റീവ് ആണ് ലിറ്റിൽ എന്ന് പറയുന്നത്. ചൈൽഡ് എന്ന് പറയുന്നത് നൗൺ ആണ്. സോ ഈ ഒരു സെൻറ്റൻസിലെ ദ ഈസ് ദ ഡിറ്റർമിനർ, ലിറ്റിൽ ഈസ് ദ അഡ്ജക്റ്റീവ് ആൻഡ് ചൈൽഡ് ഈസ് ദ നൗൺ. ഇനി പ്രെഡിക്കേറ്റിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ, അതായത് വേർബ് ഫ്രേസിലേക്ക് വരുന്ന സമയത്ത് വാസ് ക്രൈയിങ് ഫോർ എ മിൽക്ക് എന്ന് പറയുന്നതിൽ വാസ് ക്രൈയിങ് എന്നത് 1, പിന്നെ ഫോർ മിൽക്ക് എന്നത് 2, അങ്ങനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വാസ് ക്രൈയിങ് എന്ന് പറയുന്നതിനെ 2 ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വാസ് എന്നത് ഹെൽപ്പിംഗ് വേർബും ക്രൈയിങ് എന്ന് പറയുന്നത് സിമ്പിൾ വേർബുമാണ്. സോ ഓക്കെ, ആൻഡ് ഫോർ മിൽക്കിൽ ഫോർ എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫോർ എന്ന് പറയുന്നത് പ്രിപ്പോസിഷനാണ്. മിൽക്ക് എന്ന് പറയുന്നത് നൗൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു വാസ് എന്നത് ഹെൽപ്പിംഗ് വേർബ്. ഹെൽപ്പിംഗ് വേർബിന് പറയുന്ന മറ്റൊരു പേരാണ് ഓക്സിലറി വേർബ്. ഓക്കെ,
ആൻഡ് ഓൾസോ ഈ ഫോർ മിൽക്ക് എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. അങ്ങനെ നമ്മൾ അതിനൊരു പേര് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്നാണ് പറയുക. പ്രിപ്പോസിഷണൽ ഫ്രേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിലൊരു പ്രിപ്പോസിഷൻ ഉണ്ടായിരിക്കും, പിന്നെ ഒരു നൗണും ഉണ്ടായിരിക്കും. സോ ഇവിടെയും അങ്ങനെ തന്നെയാണുള്ളത് അല്ലേ. ഫോർ എന്നത് പ്രിപ്പോസിഷൻ ആണ്, മിൽക്ക് എന്നത് നൗൺ ആണ്. ഇനി നമുക്ക് ദ ലിറ്റിൽ ചൈൽഡ് വാസ് ക്രൈയിങ് ഫോർ മിൽക്ക് എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഒന്നുകൂടി പരിശോധിക്കാം. ദ ലിറ്റിൽ ചൈൽഡ് എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ആണ്, വാസ് ക്രൈയിങ് ഫോർ മിൽക്ക് എന്ന് പറയുന്നത് വെർബ് ഫ്രേസ് ആണ്. ദി ഹെഡ് വേർഡ് ഓഫ് ദി നൗൺ ഫ്രേസ് ഈസ് എ നൗൺ. അതായത് ഒരു നൗൺ ഫ്രേസിന്റെ ഹെഡ് വേർഡ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നൗൺ തന്നെയാണ്. ഇവിടെ അത് ചൈൽഡ് എന്നതാണ്. ദി അതർ വേർഡ്സ് ആർ യൂസ്ഡ് ടു ഗിവ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ഹെഡ് വേർഡ്. യെസ്, ഇവിടെ ദ ലിറ്റിൽ ചൈൽഡിലെ ദ ലിറ്റിൽ എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഹെഡ് വേർഡിന് അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കാനാണ് ദി ലിറ്റിൽ എന്ന് പറയുന്ന രണ്ട് വേർഡ്സ് കൊടുത്തിട്ടുള്ളത്. Thus, the obligatory element in a noun phrase is the noun. Yes, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു എലമെന്റ് എന്ന് പറയുന്നത് നൗൺ ഫ്രേസിൽ നൗൺ തന്നെയാണ്. ഇനി അതർ എലമെന്റ് ഈസ് ഓപ്ഷണൽ. യെസ്, അതായത് ദി ലിറ്റിൽ എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ വെക്കാം, വേണ്ടെങ്കിൽ വേണ്ട. അതായത് ഇപ്പോൾ ദ ലിറ്റിൽ ചൈൽഡ് എന്ന് പറയുന്നത് ചൈൽഡ് വാസ് ക്രൈയിങ് ഫോർ മിൽക്ക് എന്ന് വെച്ചാലും അവിടെ നൗണിനാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ദ ലിറ്റിൽ എന്ന് പറയുന്നത് വേണമെങ്കിൽ അവിടെ ആഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അടുത്തതൊരു ബോക്സ് ആണ്. അവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഡിറ്റർമിനർ ആണ്. ഡിറ്റർമിനർ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾസ്, പൊസസീവ്സ് ആൻഡ് ഡെമോൺസ്ട്രേറ്റീവ്സ് വിച്ച് കം ബിഫോർ എ നൗൺ ആർ കോൾഡ് ഡിറ്റർമിനേഴ്സ്. അതായത് ആർട്ടിക്കിൾസ് ആവാം, പൊസസീവ്സ് ആവാം, ഡെമോൺസ്ട്രേറ്റീവ്സ് ആവാം. ഇവിടെ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. എ, ആൻഡ്, ദ, അതെല്ലാവർക്കും അറിയാം. ഈ പൊസസീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? പൊസസീവ്സ് എന്ന് വെച്ചാൽ മൈ, അവർ, യോർ, ഹിസ്, ഹർ, ദെയർ, ഇറ്റ്സ്, ഗാന്ധിജീസ് എക്സെട്ര. അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരാളുടെ അല്ലെങ്കിൽ അവളുടെ, അവൻ്റെ, ഉടേ വരുന്നത് അല്ലെങ്കിൽ ഇൻഡേ വരുന്നത്, അതാണ് പൊസസീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡെമോൺസ്ട്രേറ്റീവ്സ്. ഡെമോൺസ്ട്രേറ്റീവ്സിൽ വരുന്നത് ദിസ്, ദാറ്റ്, ദീസ്, ദോസ് എന്നതാണ്. ഇതൊക്കെയാണ് സാധാരണയായിട്ട് നൗണിൻ്റെ കൂടെ ചേർക്കുന്ന പദങ്ങൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ആർട്ടിക്കിൾസ്, പൊസസീവ്സ്, ഡെമോൺസ്ട്രേറ്റീവ്സ് ഇതൊക്കെ കൂടിച്ചേരുന്നതിനെയാണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് ഒരു സെൻറ്റൻസിൽ, ഒരു ടിപ്പിക്കൽ സെൻറ്റൻസിന് ഉണ്ടാവുന്ന രണ്ട് ഫ്രേസസ് ആണ് നൗൺ ഫ്രേസും പ്രെഡിക്കേറ്റ് ഫ്രേസും. നൗൺ ഫ്രേസിൽ വരുന്നത് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തിനെയാണോ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതായിരിക്കും നൗൺ ഫ്രേസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. സബ്ജക്റ്റ് എന്ത് ഫങ്ഷനാണോ ചെയ്യുന്നത് അതായിരിക്കും പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ വെർബ് ഫ്രേസ് ആയിട്ട് വരുന്നത്. പിന്നെ ഡിറ്റർമിനേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നൗൺ ഫ്രേസിന് മുന്നേ കൊടുത്തിട്ടുണ്ടാവുന്ന വേർഡ്സ് ആണ് നൗൺ ഫ്രേസ്. അതായത് ആർട്ടിക്കിൾസ് ആവാം, പൊസസീവ്സ് ആകാം, ഡെമോൺസ്ട്രേറ്റീവ്സ് ആകാം. ഇതൊക്കെയായിരിക്കും ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. ഇനിയുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് നൗ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെന്റൻസ്. ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഓൾ ദ വിമൻ ഇൻ ദ ക്യാമ്പ് ഹു സോ ദ ചൈൽഡ് ഗേവ് വെൻ ടു ക്രൈസ് ഓഫ് ഹൊറർ. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സെന്റൻസ് ആണ്. ഐഡന്റിഫൈ ദ നൗൺ ഫ്രേസ് ആൻഡ് ദി വെർബ് ഫ്രേസ്. ഇതിൽ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും കണ്ടെത്താനാണ് പറയുന്നത്. എന്താണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്? ഓൾ ദ വിമൻ ഇൻ ദ ക്യാമ്പ് ഹു സോ ദ ചൈൽഡ്. ക്യാമ്പിലുള്ള കുട്ടിയെ കണ്ടിട്ടുള്ള എല്ലാ സ്ത്രീകളും, അതാണ് നൗൺ ഫ്രേസ്. അടുത്തത് വെർബ് ഫ്രേസ് എന്ന് പറയുന്നത് ഗേവ് വെൻ ടു ക്രൈസ് ഓഫ് ഹൊറർ. യെസ്, അതാണ് വെർബ് ഫ്രേസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു നൗൺ ഫ്രേസ് മാത്രം എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഓൾ ദ വിമൻ ഇൻ ദ ക്യാമ്പ് ഹു സോ ദ ചൈൽഡ്. അതിൽ പ്രീ ഡിറ്റർമിനർ എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടി ഉണ്ട്. പ്രീ ഡിറ്റർമിനർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡിറ്റർമിനർ ആയിട്ട് വന്നിട്ടുള്ളത് ഓൾ ദയാണ്. ദ എന്ന് പറയുന്നതാണ് ഡിറ്റർമിനർ. സോ ഡിറ്റർമിനറിന് മുന്നേ വന്നിട്ടുള്ള ഒരു ഫ്രേസ് ആണ് പ്രീ ഡിറ്റർമിനർ. സോ ഓൾ എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിനർ ആണ്, ദ എന്ന് പറയുന്നത് ഡിറ്റർമിനർ ആണ്,
വിമിൻ എന്ന് പറയുന്നത് നൗൺ, ഇൻ ദ ക്യാമ്പ് എന്ന് പറയുന്നത് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആൻഡ് ഹു സോ ദ ചൈൽഡ് എന്ന് പറയുന്നത് റിലേറ്റീവ് ക്ലോസും ആണ്. സോ ഇവിടെ വിമിൻ എന്ന് പറയുന്നത് ഹെഡ് നൗൺ ആണ്. അതുപോലെ തന്നെ ഇൻ ദ ക്യാമ്പ് എന്ന് പറയുന്നത് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. പ്രിപ്പോസിഷണൽ ഫ്രേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷനും പിന്നെ ഒരു നൗൺ ഫ്രേസും ഉണ്ടാകും. അവിടെ ഇന്നാണ് പ്രിപ്പോസിഷൻ, ദി ക്യാമ്പാണ് നൗണ്. സോ ഈ ദ ക്യാമ്പ് എന്ന് പറയുന്നതിനെ നമുക്ക് പിന്നെയും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അവിടെ അങ്ങനെ വരുമ്പോൾ ദ എന്ന് പറയുന്നത് ഡിറ്റർമിനർ ആണ്, ക്യാമ്പ് എന്ന് പറയുന്നത് നൗൺ ആണ്. അടുത്തത് ഹു സോ ദ ചൈൽഡ് എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് ക്ലോസ് ആണ്. ഇവിടെ ഹു എന്ന് പറയുന്നതാണ് നൗണ്, സോ എന്ന് പറയുന്നത് ഒരു വേർബ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രീ ഡിറ്റർമിനർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ്. പ്രീ ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഓൾ എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിനർ ആണ് എന്ന് നേരത്തെ പറഞ്ഞു അല്ലെ. പ്രീ ഡിറ്റർമിനേഴ്സ് എന്ന് വെച്ചാൽ പ്രീ ആർട്ടിക്കിൾസ് എന്നും അതിനെ പറയും. ആർ ദോസ് ഐറ്റംസ് വിച്ച് കം ബിഫോർ ദ ഡിറ്റർമിനർ ഇൻ ആൻ NP നൗൺ ഫ്രേസിൽ ഡിറ്റർമിനറിന് മുന്നേ വരുന്നതാണ് എന്ത്, നൗൺ ഫ്രേസിൽ ഡിറ്റർമിനറിന് മുന്നേ വരുന്നതാണ് പ്രീ ഡിറ്റർമിനേഴ്സ്. ലൈക്ക് ഹാഫ്, ഹാഫ് ഓഫ്, ഓൾ ഓഫ് എക്സിട്ര അല്ലേ. ഇതൊക്കെയാണ് പ്രീ ഡിറ്റർമിനേഴ്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് ടോൾസ്റ്റോയ് ഫാമിൻ്റെ ആക്ടിവിറ്റീസ് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ വളരെ ലെങ്തി ആയിട്ട് പോകും. സോ ഇഫ് യു ഫൈൻഡ് എനി ഡൗട്ട് പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഐ വിൽ റിപ്ലൈ ആസ് സൂൺ ആസ് പോസിബിൾ. ആൻഡ് ഇഫ് യു ഡിഡ്ന്റ് subscribe to my channel yet, please subscribe my channel. Thanks for watching. Thank you.